ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ തവല്ലഅ അൽ അബ്ദു ഫതമദ്മദ ഖറജത്തിൽ ഖതായ മിൻ ഫീഹി ഫൈദസ്തൻഫറ ഖറജത്തിൽ ഖതായ മിൻ അൻഫിഹി ഫഇദാ ഗസല വജ്ഹഹു ഖറജത്തിൽ ഖതായ മിൻ വജ്ഹിഹി ഹത്താ തഖ്റുജ മിൻ തഹ്തി അഷ്ഫാരി ഐനൈഹി. നീണ്ട ഹദീസാണ്, ഞാൻ അതിൻ്റെ അർത്ഥം മാത്രം പറയുകയാണ്. ഹദീസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു പറഞ്ഞു, വുദു ചെയ്യുമ്പോൾ വായിൽ വെള്ളം കയറ്റി കൊപ്പളിച്ചാൽ വായിൽ നിന്ന് ദോഷങ്ങൾ, ഖതായ എന്നാണ് പറഞ്ഞത്. ഖതായ എന്ന് പറഞ്ഞാൽ ദോഷങ്ങൾ, പാപങ്ങൾ, വീഴ്ചകൾ, അതിക്രമങ്ങൾ എന്നൊക്കെ പല അർത്ഥങ്ങളും ഉണ്ടതിന്. ഇവിടെ ദോഷകരമായത് എന്തൊക്കെയാണോ അതൊക്കെ രോഗാണുക്കൾ, കീടങ്ങൾ, ബാക്ടീരിയകളൊക്കെ ആകാവുന്നതാണ്. അപ്പോൾ ഒരാൾ നന്നായി വായ ഒപ്പിക്കുകയാണെങ്കിൽ പറഞ്ഞ ദോഷകരമായ ജീവികളൊക്കെ പുറത്തേക്ക് പോകും. പിന്നീട് പറയുന്നതൊക്കെ ഇതേ അർത്ഥത്തിൽ നാം മനസ്സിലാക്കുകയാണെങ്കിൽ വുദുവിൻ്റെ ഗുണഫലങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാകും. തുടർന്ന് ഹദീസിൽ പറയുന്നത്, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയാണെങ്കിൽ മൂക്കിൽ നിന്നും മുഖം കഴുകിയാൽ കണ്ണിൻ്റെ മുഖത്തും നിന്നും അതുപോലെ കണ്ണിൻ്റെ മുകളിൽ കൂടിയൊക്കെ ആ ദോഷകരമായ മേൽപ്പറഞ്ഞ പുറത്തേക്ക് പോകും. കൈകൾ കഴുകിയാൽ നഖങ്ങളുടെ അടിയിൽ നിന്നും തല തടവിയാൽ അതോടൊപ്പം ചെവിയും തടവിയാൽ അവിടെയുള്ള ദോഷങ്ങളൊക്കെ പുറത്തേക്ക് പോകും. കാൽ കഴുകിയാൽ കാൽനഖങ്ങളുടെ ചുവട്ടിൽ നിന്ന് ദോഷങ്ങൾ പോകും. പിന്നെ അത് കഴിഞ്ഞ് എല്ലാം അതൊക്കെ നന്നായിട്ട് ചെയ്തതിന് ശേഷം മസ്ജിദിലേക്ക്, പള്ളിയിലേക്ക് നടക്കുന്നതും സ്കരിക്കുന്നതുമൊക്കെ വളരെ പുണ്യകരമായ കാര്യം തന്നെയാണ്. അപ്പോൾ വുദുവിൻ്റെ ഭൗതികമായ ഗുണങ്ങൾ മാത്രം ചിന്തിച്ചാൽ ശരീരത്തിന് അത് എത്രമാത്രം ഫലപ്രദമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. വുദുവിൻ്റെ സുന്നത്തുകൾ പറയുന്ന കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുക. ഒന്നാമതായി വുദു ചെയ്യുമ്പോൾ പല്ല് തേക്കണം എന്ന് വിശ്വാസട്ടമ്മ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇവിടെ അന്നശുക്ക അല ഉമ്മത്തിയില അമർത്തുഹും ബിസ്സിവാക്കി എണ്ട കുല്ലി വുദു. എൻ്റെ സമുദായത്തിന് വിഷമകരമാകുമായിരുന്നില്ല എങ്കിൽ വുദു ചെയ്യുമ്പോഴൊക്കെയും ദന്തശുദ്ധി വരുത്തുവാൻ ഞാൻ അവരോട് നിർബന്ധമായും കൽപ്പിക്കുമായിരുന്നു. അപ്പോൾ ദന്തശുദ്ധിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പല്ലുവേദന, പിന്നെ മോണവേദന തുടങ്ങി എല്ലാ ദന്തരോഗങ്ങളുടെയും പ്രധാന കാരണം പല്ലുകൾ വേണ്ടതുപോലെ വൃത്തിയാക്കാത്തത് കൊണ്ട് തന്നെയാണ്. 5 നേരം വുദു എടുക്കുമ്പോൾ നന്നായി പല്ലൊക്കെ തേച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ വായുനാറ്റം ഉണ്ടാവുകയില്ല, പല്ലിൻ്റെ മഞ്ഞ നിറം ഇല്ലാതായിത്തീരും. അതുപോലെ ദന്തരോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കുവാനും കഴിയും. വുദുവിൻ്റെ മറ്റൊരു സുന്നത്താണല്ലോ കൈപ്പടങ്ങൾ 3 പ്രാവശ്യം നന്നായി കഴുകുക എന്നുള്ളത്. കഴിഞ്ഞ കൊറോണക്കാലത്ത് കൈ കഴുകുന്നതിൻ്റെ പ്രാധാന്യം ജനങ്ങൾക്ക് നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. രോഗങ്ങൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് കൈകളിലൂടെയാണ്. പല സാധനങ്ങളും സ്പർശിക്കുന്നതും ഒക്കെ കൈകൾ കൊണ്ട്, കൈകളിലൂടെ രോഗങ്ങൾ നമ്മുടെ ശരീരത്തിലും വസ്ത്രത്തിലൊക്കെ പറ്റിപ്പിടിക്കുന്നു. പിന്നീട് ആ കൈകൾ നമ്മൾ കണ്ണിലോ മൂക്കിലൊക്കെ സ്പർശിക്കുകയാണെങ്കിൽ അതിലൂടെ രോഗാണുക്കൾ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റാൽ ആദ്യം 2 കൈകളും നന്നായിട്ട് കഴുകണം എന്ന് വിശ്വാസത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം രാത്രി തൻ്റെ കൈകൾ എവിടെയൊക്കെ സ്പർശിച്ചിട്ടുണ്ടെന്ന് അയാൾ അറിയുന്നില്ലല്ലോ. അപ്പോൾ കൈ കഴുകുമ്പോൾ വിരലുകൾക്കിടയിലൊക്കെ നന്നായി തേച്ച് കഴുകണം. 2 കൈകളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിരലുകൾ ഇങ്ങനെ വിടർത്തിയിട്ട് നന്നായിട്ട് കഴുകണം എന്ന് വിശ്വാസത്തമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ 3 പ്രാവശ്യം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ വുദു എടുക്കുമ്പോൾ ധാരാളം രോഗാണുക്കളും ബാക്ടീരിയകളൊക്കെ വായുവിലൂടെ മൂക്കിനകത്തേക്ക് കയറുകയും പിന്നീട് അതൊക്കെ ശ്വാസകോശങ്ങളിലേക്ക് കയറുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ഒഴിവാക്കാനാണ് 3 പ്രാവശ്യം മൂക്കിൻ്റെ അങ്ങേയറ്റം വരെ വെള്ളം കയറ്റി ചീറ്റിക്കളയണം എന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത്. താടിയുള്ളവർ
താടി മീശരോമങ്ങളൊക്കെ വിടർത്തി കഴുകേണ്ടതുണ്ട് എന്ന് നബി കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവയവങ്ങൾക്ക് എല്ലാ അവയവങ്ങൾ കഴിയുമ്പോഴും 3 പ്രാവശ്യം ആവർത്തിക്കണം എന്ന് പറയുന്നത് മാലിന്യങ്ങൾക്ക് ഒന്ന് പൂർണ്ണമായിട്ട് മുക്തമാകാൻ വേണ്ടിയാണ്. ശാരീരികമായ മറ്റ് അവയവങ്ങൾ മുഖവും കൈകാലുകളും ഒക്കെ മസാജ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യുത്തമമാണ്. ആയുർവേദത്തിലെ ഒരു പ്രത്യേക ചികിത്സയാണ് ഈ ഉഴിച്ചിലും തിരുമലുമൊക്കെ. കഴുത്ത്, പിരടി, തോളുകൾ, മുഖവും തലയോട്ടിയും കൈകളും കൈപ്പത്തിയും കാലുകളും കാൽപാദങ്ങളും ഒക്കെ നന്നായി തിരുമുക എന്നത് ശരീരത്തിന് വളരെയേറെ ഫലം ചെയ്യുന്ന ഒന്നാണെന്ന് വൈദ്യശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ശരീരത്തിലെ രക്തചംക്രമണം നന്നായിട്ട് നടക്കാനൊക്കെ വളരെ ഫലപ്രദവുമാണ്. 5 നേരം നിർബന്ധമായിട്ട് വുളു ചെയ്യുന്ന ഒരു വ്യക്തി മേൽപ്പറഞ്ഞ രീതിയിൽ നന്നായിട്ട് മസാജ് ചെയ്തുകൊണ്ട് വുളു കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഇതേപോലുള്ള ചികിത്സാ കേന്ദ്രങ്ങളൊന്നും പോകേണ്ടി വരില്ല. അതുപോലെ ഈ വാതസംബന്ധമായ രോഗങ്ങൾക്കൊക്കെ വളരെ ഫലപ്രദമാണ് ഇതേപോലെ ഉള്ള ഈ മസാജ്. വുളു കൊടുക്കുമ്പോൾ ഒരു മസാജും കൂടി അതിൻ്റെ കൂടെ അങ്ങോട്ട് ചെയ്യുകയാണെങ്കിൽ, തടവി നന്നായിട്ട് തേച്ചുരച്ചൊക്കെ കഴുകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരം പിന്നെ രോഗങ്ങൾ പിടിപെടാതിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ നിരവധി സൽഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഈ വുളു, അംഗശുദ്ധി എന്നത് അവിടെ നന്നായി ചെയ്യുകയാണെങ്കിൽ ശാരീരികവും മാനസികവുമായ ആരോഗ്യവും അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രതിഫലവും നേടിയെടുക്കാനും സാധിക്കും. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.